ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞാൽ എപ്പിക് ഗെയിംസ് ഡൗൺലോഡ് ആക്കിയിട്ട് ഫോൾ ഗെയിംസ് ഡൗൺലോഡ് ആക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെന്ന് പറയുമ്പം നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ആക്കിയവർക്ക് കമ്പ്യൂട്ടർ ഡൗൺലോഡ് ആക്കിയവർക്ക് മൊബൈലായിട്ടും ഒന്നിച്ച് കളിക്കാൻ പറ്റുന്ന ഗെയിമായിരുന്നു ഫോൾ ഗെയിംസ്. അപ്പം അത് വേണ്ടവർ ഡൗൺലോഡ് ആക്കിയാൽ മതി, അല്ലാത്തവരാക്കണ്ട. അപ്പം ലിങ്ക് ടെലിഗ്രാമിലുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് അതേ എപ്പിക് ഗെയിംസിലെ റോക്കറ്റ് ലീഗ്, അതായത് PC യിലും കളിക്കാൻ പറ്റും, മൊബൈലിലും കളിക്കാൻ പറ്റും. പക്ഷേ ഈ റോക്കറ്റ് ലീഗ് വേറെയാണ്. കാരണം PC യിലുള്ള റോക്കറ്റ് ലീഗ് അല്ല മൊബൈലിൽ കിട്ടുന്നത്. ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ആക്കി, അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പക്ഷെ ഞാൻ PC യിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് ആ ഗ്രൗണ്ടിൽ എവിടെയും പോയിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റും. അതായത് കാർ ഓടിച്ച് ഫുട്ബോൾ കളിക്കുന്ന ഗെയിമാണ്. കാർ ഓടിച്ച് ബോൾ തട്ടി ഗോൾ അടിക്കുക. അപ്പോൾ PC യിലാകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷേ മൊബൈലിൽ എന്ന് പറയുമ്പോൾ ഒറ്റ ലൈൻ, അതായത് ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ പോകാനും ഇപ്പുറത്ത് കളിക്കുന്നവന് ഇങ്ങനെ വരാനും മാത്രമേ പറ്റൂ. ബാക്കി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ഗെയിമൊന്ന് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇത് എന്ന് പറയുമ്പം മറ്റേ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന റോക്കറ്റ് ലീഗാണ്. അതായത് ഇതിപ്പം നമുക്ക് കമ്പ്യൂട്ടറിൽ കാണും, മൊത്തം ഗ്രൗണ്ട് നമുക്ക് കവർ ചെയ്യാം, ഫുള്ള് ഓടിയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അങ്ങനെ ഒരു സംഭവമാണ്. ആനിമേഷനും കാര്യങ്ങളും ഗ്രാഫിക്സും എല്ലാം കൂടുതലാണ്. പക്ഷേ ഇതേ കണക്കെല്ലാം മൊബൈൽ വരുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ്. അപ്പം കമ്പ്യൂട്ടറും മൊബൈലും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഉള്ളവർ ഇങ്ങനെ കളിക്കും, മൊബൈലിലുള്ളവർ അതേപോലെ കളിക്കേണ്ടി വരും. കാരണം അപ്പോൾ രണ്ടും കൂടി മിക്സ് ആവില്ലല്ലോ. അപ്പം മൊബൈലിലുള്ളവർ കളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട്. ഞാൻ കളിച്ചു നോക്കി. അപ്പം രണ്ട് കണക്റ്റാക്കി കളിക്കാനാവില്ല. ഇതാണ് ഇതിൽ വരുന്ന പ്രശ്നം. പക്ഷേ ഏകദേശം കാണുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മൊബൈലത്തെ നോക്കാം. മൊബൈലപ്പം നമുക്ക് ഇൻസ്റ്റാളേഷനെ തുടങ്ങാം. എപ്പിക് ഗെയിംസ് എടുക്കുക, അവിടെ ടെലിഗ്രാമിലുണ്ടാവും. അപ്പം ഇതിൽ താഴെ പോകുമ്പോൾ റോക്കറ്റ് ലീഗ് ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണും അവിടെ ഇപ്പം നേരെ ഗെയിമിലേക്ക് കയറാനേ ഉള്ളൂ, മറ്റേതൊന്നുമില്ല. അതായത് ഞാൻ നേരത്തെ ചെയ്തു, ഇൻസ്റ്റാൾ ആക്കി. അപ്പം നിങ്ങൾ ഇത് കണക്ക് ഇൻസ്റ്റാൾ ഞെക്കിയിട്ട് നോർമലി ഇൻസ്റ്റാൾ ആക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക, ഗെയിമിലേക്ക് കയറാം. അപ്പം ചിലവർക്ക് കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഉള്ളിൽ ചെറിയ ഡൗൺലോഡിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ലത്. അപ്പം ഗെയിം കയറുമ്പോൾ ഇതേ കണക്ക് വരും. ഇത് മറ്റേ റോക്കറ്റ് ലീഗ് തുറക്കുന്ന പോലെ തന്നെയാണ്, സെയിം അതേപോലെ കാണും. പിന്നെ ഇതിൽ ഓരോരു സംഭവം റിവാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്യുമ്പോൾ വണ്ടിക്ക് അടിപിടിയെല്ലാം നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ രണ്ടാളെ കൂട്ടിയിട്ട് കളിക്കുക, ഒറ്റക്ക് കളിക്കുക. ഒറ്റക്ക് പറയുമ്പം എതിർ ടീമിൽ ഒരാൾ അവരൊരാൾ, പിന്നെ രണ്ടാൾ ഒന്നിച്ച് നിർത്തിയിട്ട് അങ്ങനെയും കളിക്കാം. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ. നമ്മുടെ ടീമിൽ രണ്ടാൾ, അവരുടെ ടീമിൽ രണ്ടാൾ. കാരണം 10-20 ആളെ കൂട്ടാനുള്ള സ്ഥലമൊന്നും ഇല്ല ഇതിൽ. കമ്പ്യൂട്ടറിലാകുമ്പോൾ നമുക്ക് 4 ആളെ അങ്ങനെ എന്തോ ഉണ്ട്, 4 ആളായിട്ട് ഒരു ടീമിൽ അങ്ങനെ കളിക്കാൻ പറ്റും. പക്ഷേ ഇത് എന്ന് പറയുമ്പം മൊബൈലിൽ അതിലാകെ 2 ആളെ നിർത്തണം. അത് നിങ്ങൾക്ക് ഗെയിമിലേക്ക് കയറി കഴിയുമ്പോൾ മനസ്സിലാവും എത്ര ആൾ കയറ്റാൻ പറ്റുന്നില്ല. അത് ആകെ പോലെ അത്രയും സ്ഥലമില്ല ഇതിൽ. അപ്പോൾ ഇപ്പം ആളെ പെരുതി പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഗെയിം കയറി. ഇത് ഗ്രൗണ്ട് ഏകദേശം കുറച്ച് സെയിം പോലെ ഉണ്ട്, എന്നാലും കുറച്ച് വ്യത്യാസമില്ലേ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി. ഇതെനിക്ക് കളിക്കാൻ അറിയില്ല മൊബൈലിൽ, ഫസ്റ്റ് ടൈം കളിക്കുന്ന മൊബൈലിൽ. അപ്പം ഫസ്റ്റ് ടൈമല്ല ഒരിക്കൽ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിന്. ഇത് കണ്ട നമുക്ക് നേരെ മാത്രമേ പോകാൻ പറ്റൂ. മറ്റേയിലാവുമ്പോൾ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് നേരെ പോകും, അത് മാത്രമേ ആവും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കയറി പോകാമല്ലോ. ഇതിൽ അങ്ങനെ പറ്റില്ല. അവൻ കുറച്ച് കളിക്കാൻ അറിയുന്നതാണ്. കണ്ട അവൻ്റെ വണ്ടി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഗോൾ അടിക്കാനുള്ള എല്ലാ വഴികളും അവന് ഒരുക്കി കൊടുത്തു. ഫസ്റ്റ് കളിക്കാൻ അറിയാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആവണ്ടേ. ഇപ്പം എങ്ങനെ കളിക്കല്, എങ്ങനെ ചാടി അടിക്കല് എന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഫസ്റ്റ് ഒരു ട്രെയിനിങ് തരുന്നുണ്ട്, എന്നാലും അതിൽ കാര്യമില്ലല്ലോ. കളിച്ച് നല്ലോണം പഠിച്ചാൽ നല്ലോണം ചെയ്യാം. വീണ്ടും സെൽഫായെന്നാണ് തോന്നുന്നത്.
എന്തെന്നാക്കണ്ട്. ഓ വലിയ പ്ലെയർ. അടിക്കുന്നതെല്ലാം പുറത്ത് പോകുന്നല്ലോ. ഓനെനിക്കൊന്ന് അടിച്ചു തന്നു മണ്ടൻ. അപ്പം അങ്ങനെ ഓനടിച്ചതിട്ട് ഒരു ഗോളാക്കിയിട്ടുണ്ട്. എല്ലാം ഓനടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരുന്നു. വീണ്ടും പോയി. വീണ്ടും പോയി. മൊത്തത്തിൽ തോക്കാനുള്ള പരിപാടിയാണ്. വീണ്ടും ഭയങ്കരമായ കളിയാണ്. അപ്പോൾ നിങ്ങൾ കുറേ ഗെയിമിൽ ഞാൻ തോക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതിൽ കുറച്ച് ജയിക്കുന്നത് കണ്ടോ? മാറിപ്പോയി, പറഞ്ഞത് നേരെ തിരിഞ്ഞു പോയി. ഓരോ കളിയിൽ ഞാൻ ജയിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, ഇതിൽ നിങ്ങൾ തോക്കുന്നത് കണ്ടോ എന്ന് പറയാൻ തന്നെയാണ്. 2 എണ്ണം അടിച്ചു. ഞാൻ അടിക്കുന്നതിന് പവർ ഉണ്ട്, പക്ഷെ ഒന്നും കേറുന്നില്ല. സത്യം. ഡേയ് ഞാൻ എന്നെ തട്ടി കോൾ എൻ്റെ കയ്യിൽ കയറ്റി. ഓനെ 7 എണ്ണായി. ഗോളടിക്കാൻ വരുന്നടാ. യെസ്, അങ്ങനെ ഗോളടിച്ചു. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കഴിയാനായി. 10 സെക്കൻഡ് ആയില്ലേ. സമയം പോന്നാ. ഞാൻ കുറച്ച് കളി പഠിച്ചു വരുമ്പോഴത്തേക്ക് എൻ്റെ സമയം കളഞ്ഞു വെച്ചിരിക്കാം. ഇതാക്കട്ടെ. ജസ്റ്റ് മിസ്. കഴിഞ്ഞടാ, കഴിഞ്ഞു. ഇല്ലേ, കഴിഞ്ഞിട്ടേ എക്സ്ട്രാ ടൈം കൂട്ടി തന്നു വന്നു. ഫുട്ബോളല്ലേ. തീർന്നു. ഗൈസ്, അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിച്ച് എൻജോയ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇതെല്ലാം കഴിഞ്ഞു, ജയിച്ചു കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.